Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് കശ്മീരി സ്റ്റൈലുള്ള മട്ടൻ്റെ റോഗൻ ഗോഷ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് കിടന്നാലോ. നമ്മുടെ മട്ടൺ ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് കുക്കറാണ്. ഇതിലേക്ക് നമ്മൾക്ക് മസ്റ്റേർഡ് ഓയിലാണ് ആവശ്യമുള്ളത്. മസ്റ്റേർഡ് ഓയിലാണ് ഇത് ഉണ്ടാക്കുക. നമ്മുടെ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലല്ല, മസ്റ്റേർഡ് ഓയിൽ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. കടുകെണ്ണ കേട്ടോ. ഇത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വേണ്ടി വരും. എണ്ണ ഇതിൽ നന്നായി തെളിഞ്ഞ് നിൽക്കണം. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ ഇത് നന്നായിട്ട് വരാം. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് വേണ്ട മസാലകളാണ് ഇത്. ഫ്രഷ് മസാലകൾ ഫസ്റ്റ് എടുക്കണം. 3 ഏലക്കായ, ഒരു 5-6 അല്ലി കറിയാമ്പൂ, അതിന് ശേഷം കുറച്ച് പട്ട. ഇത് ഹോളായിട്ടുള്ളത് അങ്ങനെ തന്നെ നമുക്ക് ഇടണം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. പേസ്റ്റ് ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ മസാലകളിൽ പോവുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് 1 കിലോ മട്ടൺ നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ എണ്ണയിലൊന്നും ചെറുതായിട്ടൊന്നും മുറിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക്കും അതിൻ്റെ ഒപ്പം തന്നെ കിടന്ന് മുറിഞ്ഞു പോകും. നമ്മളിപ്പോൾ ഇതിൽ 1 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. ഇത് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മുറിഞ്ഞ് വരാന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്നും മാറില്ലേ, അതുവരെ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്നും ഇങ്ങനെ എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ കളറ് മാറി, ഇവിടെ അയച്ചില്ല. അപ്പം അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ആ കളറൊന്നും മാറണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇറച്ചിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ഒരു 7 സബോള, മീഡിയം സൈസ് സബോള കട്ട് ചെയ്തിട്ട് ഇട്ടേക്കുന്നത്. നന്നായിട്ട് സബോള വേണം കേട്ടോ. ഇതിലധികം സ്പൈസസ് ഒന്നും ഇല്ല. ആകെ നമ്മുടെ ഹോൾ സ്പൈസസും പിന്നെ കുറച്ച് മസാലകൾ അവസാനം ഇടണം. അത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ സബോളൊക്കെ ഒന്ന് വാടി വരണം. നമുക്ക് ഈ സബോള ഒന്ന് വാടി വരണവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോളയും വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ മട്ടനും കളറ്, എല്ലാ മീറ്റിൻ്റെയും കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണം കുറച്ച് ഉപ്പ് ഇടാനായിട്ട്. അപ്പോൾ ഇറച്ചി മട്ടൻ്റെ മീറ്റിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മട്ടൻ വേവാനുള്ള വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പ്രഷർ കുക്കറല്ല ചെയ്യണേ. നമ്മളിത് ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ഒരു 80% മട്ടൺ വേവണ വരെ നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം. വേറെ മസാലകളൊന്നും ഇപ്പോൾ ഇടരുത്. ഇതൊന്ന് വെന്ത് വരട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള മസാലകൾ നമുക്ക് ഇടേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സബോള ഇതിലിട്ട സബോള ഒന്നും കാണില്ല. നല്ല മാഷ് ആയിട്ടുണ്ട് ഇപ്പോൾ സബോളൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കശ്മീരി റെഡ് ചില്ലി പൗഡർ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കളറൊക്കെ വരും. അപ്പോൾ ഇത് ഇനി കുറച്ചുകൂടി ഒന്ന് 5 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിക്കണം. നല്ല കളർ വന്നില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഡ്രൈ ജിഞ്ചർ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ ചുക്ക് പൊടി. അത് നമുക്ക് 1.5 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 സ്പൂണ്
ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇത് സാധാരണ നമ്മുടെ മട്ടൻ കറി പോലെയല്ല കേട്ടോ, കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ചുക്കുപൊടിയും പെരുജീരകത്തിന് പൊടിയും ഒക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് വരും ഇതിന്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി 1/2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ തക്കാളി ഒന്നല്ല ഇടണേ, നമുക്ക് തൈരാണ് വേണ്ടത്. നമുക്കൊരു 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹാഫ് കപ്പ് മതി. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇടാം ഈ സമയത്ത്. ഇപ്പം നമ്മുടെ മട്ടൺ റോഗൻ ഗോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.